ദില്ലി മദ്യനയ കേസിൽ CBIക്കും EDക്കും വൻ തിരിച്ചടി. കേസിൽ 17 മാസമായി ജയിലിൽ കഴിയുന്ന ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ ആരംഭിക്കുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം. അഴിമതി നിരോധന നിയമപ്രകാരം CBIയും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ EDയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത്. 17 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം. വിചാരണ ആരംഭിക്കുന്നതിലെ കാലയളവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. 400-ലധികം സാക്ഷികളും ആയിരക്കണക്കിന് രേഖകളുമുള്ള കേസിൽ വിചാരണ വളരെയധികം നീണ്ടുപോകുമെന്ന് കോടതി വിലയിരുത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ സിസോദിയെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം സിസോദിയ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കട്ടെ എന്ന വാദമാണ് ED ഉയർത്തിയത്. വേഗത്തിലുള്ള വിചാരണയ്ക്ക് സിസോദിയയ്ക്ക് അർഹതയുണ്ടെന്നും അദ്ദേഹത്തെ വിചാരണ കോടതിയിലേക്ക് തിരിച്ചയക്കുന്നത് പാമ്പും ഏണിയും കളിക്കുന്ന തുല്യമാണെന്നും കോടതി വിമർശിച്ചു. വിചാരണ എപ്പോൾ തുടങ്ങുമെന്നും അവസാനിക്കുമെന്നും യാഥാർത്ഥ്യബോധത്തോടെ പറയണമെന്നും ഡിവിഷൻ ബെഞ്ച് EDയോട് ആവശ്യപ്പെട്ടു. EDയുടെ നിലപാടുകൾ തമ്മിൽ വ്യക്തമായ പൊരുത്തക്കേടുണ്ടെന്നും ബെഞ്ച് വിമർശിച്ചു. പാസ്പോർട്ട് സമർപ്പിക്കണം, 10 ലക്ഷം രൂപയുടെ ബോണ്ട്, സാക്ഷികളെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. സിസോദിയെ ദില്ലി സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലും പോകുന്നത് തടയണമെന്ന നിർദ്ദേശം ജാമ്യ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തണമെന്ന അന്വേഷണ ഏജൻസികളുടെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കൈരളി ന്യൂസ്, ദില്ലി.